അങ്ങനെ മുനമ്പം യാടി ഇന്ന് ആഞ്ചനയം ബോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ കുറച്ച് നാളായി ഈ ബോട്ടിൻ്റെ പുറകെ ആയിട്ട് ഏതാണ്ട് ഇപ്പം പണിയെ കഴിഞ്ഞു. അപ്പം ഇറങ്ങാൻ പോവുകയാണ് ബോട്ട്. എത്ര അടിയത്? 60 അടി ബോട്ടാണ്. അപ്പം ഈ സീസൺ സ്റ്റാർട്ടിങ്ങിന് പോകാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ 5 ദിവസം കഴിഞ്ഞ് പോവുകയാണ്. നാളെ ഞങ്ങൾ കടലിൽ. ബൈ. അങ്ങനെ ബോട്ട് പോകാൻ തയ്യാറായി. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച വീൽ ഹൗസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇറങ്ങുകയാണ്. അതേ നമ്മുടെ 2 ചേട്ടന്മാർ പഴക്കൊലയൊക്കെ കെട്ടി അണിയിട്ട് പഴക്കൊലയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പൂക്കൾ കൊണ്ട് വിധാനിച്ച ഞങ്ങളുടെ വീൽ ഹൗസ് പണികൾ തകൃതിക്ക് നടക്കുകയാണ്. കടലിലോട്ട് പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റാണ് എല്ലാവർക്കും. അപ്പോൾ പുറകിൽ അമരത്തും വന്ന് പഴക്കൊല കെട്ടി ഇതിൻ്റെ കലാസികൾ ബോട്ട് ഇറക്കി വെള്ളത്തിലേക്ക് ഇറക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ സ്പീഡപ്പായിട്ടാണ് പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബോട്ട് ഓടിച്ച് പോവുകയാണ്. ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് അങ്ങനെ പള്ളി മഞ്ഞുവാതപ്പള്ളിയിലെ പെരുന്നാൾ കൂടിയായിരുന്നു ഞങ്ങൾ ബോട്ട് ഇറക്കിയ ദിവസം. അന്ന് അച്ഛനെ വിളിച്ച് അന്ന് വെഞ്ചരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെഞ്ചരിപ്പിക്കാൻ വേണ്ടി ബോട്ട് ഞാൻ അടുപ്പിക്കുകയാണ്. ഇപ്പോൾ ബോട്ട് അടുപ്പിക്കുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത്. ഇവരൊക്കെ നമ്മുടെ അവിടെയുള്ള മനസ്സുള്ള നമ്മുടെ കുറേ ഫ്രണ്ട്സാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം ബോട്ട് താണ്ടുന്ന നമ്മുടെ പണിക്കാരൊക്കെ നിൽക്കാൻ നമുക്ക് സൈഡ് ഏരിയ ബോട്ട് ഓടിച്ച് ഞാൻ അടുപ്പിക്കുകയാണ്. ഒരു എന്താ പറയുന്നറിയത്തില്ല, എന്നാലും ഒരു ബോട്ട് ആദ്യമായിട്ട് പണിക്ക് ഇറങ്ങുക. അപ്പോൾ നാളെ ഞങ്ങൾ കടലിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായിട്ട് കുറേ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പള്ളിയുടെ അവിടെ ഒരു ഇതുണ്ട്, ആൾക്കാർ ബോട്ടൊക്കെ ഇന്നൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് വരികയാണ്. അപ്പം അച്ഛന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഞങ്ങൾ. അപ്പം അച്ഛനിപ്പോൾ വരും. അച്ഛൻ വന്ന് പൂജയെ ബെഞ്ചരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഐസും പിന്നെ ഡീസൽ ഓടിക്കാൻ വേണ്ടി പമ്പിലേക്ക് പോകും. അപ്പോൾ അടുത്ത് ഞങ്ങൾ പമ്പിൽ ചെന്നിട്ടുള്ള വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. പണി കുറേ തീരാറുണ്ട്. ഫൈബറിൻ്റെ പണിയൊക്കെ തീരാറുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ബീഞ്ചിൽ ഫൈബർ ചെയ്യുന്ന ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, അനുഗ്രഹിക്കുക, അത്രേ പറയാനുള്ളൂ.